MR Physics Tutorial. Electrostatic potential and capacitance എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് കപ്പാസിറ്റേഴ്സ് ആൻഡ് കപ്പാസിറ്റൻസ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷനാണ്. വി ഹാവ് ടു ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. എക്സാമിന് മിക്ക പബ്ലിക് എക്സാമിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. What are the factors on which the capacitance of a parallel plate capacitor depends? തുടങ്ങിയ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് പബ്ലിക് എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ് ഇക്വേഷൻ ഫോർ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. നമ്മൾക്കറിയാം എന്താണ് ഒരു കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ. ജനറൽ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് ഇക്വേഷൻ? C is equal to Q by V എന്നാണ്. ഓക്കെ, കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ C is equal to Q by V. Q ആ കപ്പാസിറ്റർ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് ആണ്, V ആ കപ്പാസിറ്ററിന്റെ പൊട്ടൻഷ്യൽ ആണ്. നമുക്കറിയാം ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുന്ന സിസ്റ്റം എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ രണ്ട് പ്ലേറ്റ്സ് ഉണ്ടാവും, ദേ ആർ പാരലൽ ടു ഈച്ച് അതർ. ഒന്നാമത്തെ പ്ലേറ്റിലേക്ക് നമ്മൾ പോസിറ്റീവ് ചാർജ് കൊടുക്കുന്നു അല്ലേ? ഒന്നാമത്തെ പ്ലേറ്റിലേക്ക് പോസിറ്റീവ് ചാർജ് കൊടുക്കുമ്പോൾ രണ്ടാമത്തെ പ്ലേറ്റിന്റെ ഈ സൈഡിൽ നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും, ഓപ്പോസിറ്റ് സൈഡിൽ പോസിറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും. അതിന് നമ്മൾ എർത്ത് ചെയ്ത് കഴിഞ്ഞാൽ എർത്തിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസ് പോസിറ്റീവ് ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യും. അപ്പൊ ഈ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ ആണ് നമ്മൾക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. നമുക്ക് ജനറൽ ഇക്വേഷൻ അറിയാം. എന്താണ്? C is equal to Q by V. ഇത് നമ്മൾ ഇക്വേഷൻ 1 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇനി ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള മീഡിയം അത് നമ്മൾ ഫ്രീ സ്പേസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള മീഡിയത്തെ നമ്മൾ ഫ്രീ സ്പേസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ രണ്ട് പ്ലേറ്റുകളുടെയും സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ്. അതായത് പോസിറ്റീവ്ലി ചാർജ് പ്ലേറ്റിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി പ്ലസ് സിഗ്മയാണ്, നെഗറ്റീവ്ലി ചാർജ് പ്ലേറ്റിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി മൈനസ് സിഗ്മയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് പ്ലേറ്റിലും സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് ഇവിടെ പ്ലസ് ക്യൂ ആണെങ്കിൽ ഇവിടെ മൈനസ് ക്യൂ ആയിരിക്കും. രണ്ട് പ്ലേറ്റിന്റെയും സർഫസ് ചാർജ് ഡെൻസിറ്റി സെയിം ആണ്. ഇതിൻ്റെത് പ്ലസ് സിഗ്മ, ഇതിൻ്റെത് മൈനസ് സിഗ്മ. നമ്മൾക്കറിയാം എന്താണ് സർഫസ് ചാർജ് ഡെൻസിറ്റി. സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഇസ് ഈക്വൽ ടു ചാർജ് ബൈ ഏരിയ എന്നാണ്, Q by A. സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഇസ് ഈക്വൽ ടു Q by A, ചാർജ് ബൈ ഏരിയ എന്നാണ്. ചാർജ് സ്റ്റോർഡ് പെർ യൂണിറ്റ് ഏരിയ, അതിനെയാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് പ്ലേറ്റുകളുടെയും ഏരിയ ക്യാപിറ്റൽ A ആണെങ്കിൽ ഈ പ്ലേറ്റിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് Q ആണെങ്കിൽ we can write sigma is equal to Q by A, or we can write Q is equal to sigma into A എന്ന് എഴുതാം. This is equation number 2. ചാർജ് stored in these two plates, Q is equal to എന്താണ്? sigma into A ആണ്. അവിടെ സിഗ്മ ഈ പ്ലേറ്റുകളുടെ സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്, A ഈ പ്ലേറ്റുകളുടെ ഏരിയ ആണ്. ഓക്കെ, ഇനി നമുക്കറിയാം ഇത് രണ്ട് പാരലൽ പ്ലെയിൻ ഷീറ്റുകളാണ് അല്ല. നമ്മൾക്കറിയാം ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ഷീറ്റ്, അതേപോലെ വേറൊരു നെഗറ്റീവ്ലി ചാർജ്ഡ് ഷീറ്റ്. ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ഷീറ്റ്, വേറൊരു നെഗറ്റീവ്ലി ചാർജ്ഡ് ഷീറ്റ്. ഓക്കെ, ഇതിലുള്ള പോസിറ്റീവ് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡും ഇതിലുള്ള നെഗറ്റീവ് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആണ്. എന്ന് പറഞ്ഞാൽ രണ്ട് ഷീറ്റിന്റെയും സർഫസ് ചാർജ് ഡെൻസിറ്റി സെയിം ആണെങ്കിൽ ഈ രണ്ട് ഷീറ്റുകൾക്ക് ഇടയിൽ മാത്രമേ എന്തുണ്ടാവും? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഉണ്ടാവും. രണ്ട് ഷീറ്റിന്റെയും പുറത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ വാല്യൂ 0 ആണെന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഗോസസ് ലോന്റെ സെക്കൻഡ് അപ്ലിക്കേഷൻ എന്തായിരുന്നു? ഗോസസ് ലോന്റെ സെക്കൻഡ് അപ്ലിക്കേഷൻ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ ചാർജ്ഡ് ഷീറ്റ് ആയിരുന്നു. ഒരു സിംഗിൾ ചാർജ്ഡ് ഷീറ്റിന്റെ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ E ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ 0 എന്നായിരുന്നു. ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്. ഒരു സിംഗിൾ ചാർജ്ഡ് ഷീറ്റിന്റെ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ E ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ 0 എന്നായിരുന്നു. പക്ഷെ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ഷീറ്റ്, ഇതിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി പ്ലസ് സിഗ്മ, ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ഷീറ്റ്, ഇതിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി മൈനസ് സിഗ്മ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഷീറ്റുകൾക്ക് ഇടയിൽ മാത്രമേ എന്തുണ്ടാവും? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ആ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ വാല്യൂ സിഗ്മ ബൈ എപ്സിലോൺ 0 ആണെന്ന് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഔട്ട്സൈഡിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ വാല്യൂ 0 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ രണ്ട് ചാർജ് ഷീറ്റുകൾക്കിടയിൽ എന്തുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്?
E is equal to sigma by epsilon 0 എന്നാണ്. എന്താണ് epsilon 0? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഞാൻ പറഞ്ഞു ഈ രണ്ട് ഷീറ്റുകൾക്കിടയിൽ ഫ്രീ സ്പേസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ രണ്ട് ഷീറ്റുകൾക്കിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ വാല്യൂ E ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 എന്നാണ്. ഈ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് കഴിഞ്ഞ ചാപ്റ്ററിൽ, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഗോസസ് ലോയുടെ സെക്കൻഡ് ആപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ ഈ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. രണ്ട് ചാർജ് ഷീറ്റുകൾക്കിടയിൽ ഒന്നിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി പ്ലസ് സിഗ്മ, മറ്റേതിൻ്റെത് മൈനസ് സിഗ്മ. അപ്പൊ അവർക്കിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ E ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഈ രണ്ട് ഷീറ്റുകൾക്കിടയിലുള്ള ഈ രണ്ട് ഷീറ്റുകൾക്കിടയിലുള്ള സെപ്പറേഷൻ എത്രയാണ്? D ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഷീറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ഈസ് ഈക്വൽ ടു E ഇൻറ്റു D എന്നായിരിക്കും. V ഈസ് ഈക്വൽ ടു E ഇൻറ്റു D. നമ്മൾക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് dV ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം? മൈനസ് E ഇൻറ്റു ഡി ആർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. dV ഈക്വൽ ടു മൈനസ് E ഇൻറ്റു ഡി ആർ, അല്ലെങ്കിൽ E ഈക്വൽ ടു മൈനസ് dV ബൈ ഡി ആർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർ dV ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു E ഇൻറ്റു ഡി ആർ. അപ്പോൾ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് dV ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, സെപ്പറേഷൻ ബിറ്റ്വീൻ ദാറ്റ് ടു പോയിന്റ്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഈ രണ്ട് ചാർജ് ഷീറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മൾ V എന്നെടുക്കുന്നത്. ഈ രണ്ട് ഷീറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് V. Therefore we can write V is equal to E into D. ഇവിടെ രണ്ട് ഷീറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ V എന്നെടുക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവർക്കിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി E എന്നെടുക്കുന്നു, ഇൻറ്റു ഇവർക്കിടയിലുള്ള സെപ്പറേഷൻ D എന്നെടുത്താൽ നമുക്ക് എന്ത് എഴുതാം? V is equal to E into D എന്ന് എഴുതാം. എന്താണ് ഇന്റെ വാല്യൂ? E എന്ന് പറഞ്ഞ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ്. എവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി? ഈ രണ്ട് ഷീറ്റുകൾക്കിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, അതിന്റെ വാല്യൂ സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ we can write V is equal to what? Sigma by epsilon 0 into D. This is equation number 3. Okay, അപ്പൊ നമുക്ക് ഇവിടെ കപ്പാസിറ്റൻസിന്റെ ജനറൽ ഇക്വേഷൻ അറിയാം. C equal to Q by V. That is equation number 1. ഇവിടെ Q എന്ന് പറയുന്നത് ഈ രണ്ട് പ്ലേറ്റിലുമുള്ള ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. നമുക്കറിയാം സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഈക്വൽ ടു Q by A ആണെങ്കിൽ Q ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? സിഗ്മ ഇൻറ്റു A എന്ന് എഴുതാം. സിഗ്മ സർഫസ് ചാർജ് ഡെൻസിറ്റി, A പ്ലേറ്റുകളുടെ ഏരിയ, അത് ഇക്വേഷൻ നമ്പർ 2. അതേപോലെ രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ഈസ് ഈക്വൽ ടു എന്താണ്? ആ പ്ലേറ്റുകൾക്കിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇൻറ്റു പ്ലേറ്റുകൾക്കിടയിലുള്ള സെപ്പറേഷൻ E ഇൻറ്റു ഡി ആണ്. ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്. ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഗോസസ് ലോയുടെ സെക്കൻഡ് ആപ്ലിക്കേഷൻ ആയിട്ട് പഠിച്ചു. Therefore V is equal to sigma by epsilon 0 into D. This is equation number 3. Okay, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 3ഉം ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 3ഉം ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇക്വേഷൻ 2 and 3 in equation 1. എന്താണ് ഇക്വേഷൻ 1? C equal to Q by V. C equals Qന്റെ സ്ഥാനത്ത് ഇക്വേഷൻ 2 പ്രകാരം സിഗ്മ ഇൻറ്റു A ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 3 പ്രകാരം വിന്റെ സ്ഥാനത്ത് എന്താണ്? സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഡി. സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഡി. ഇവിടെ സിഗ്മയും എന്തായി? ക്യാൻസലായി. ബാക്കി വരുന്നത് എന്താണ്? A ഡിവൈഡഡ് ബൈ D by epsilon 0, or we can write C is equal to what? Epsilon 0 into A divided by D. This is the equation for capacitance of a parallel plate capacitor. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇതിന്റെ ഡെറിവേഷൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ C is equal to എന്താണ്? epsilon 0 into A by D ആണ്. A എന്നത് പ്ലേറ്റുകളുടെ ഏരിയ ആണ്. എപ്സിലോൺ 0 രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി. രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള മീഡിയം ഫ്രീ സ്പേസ് ആണ്. ആ ഫ്രീ സ്പേസിന്റെ പെർമിറ്റിവിറ്റിയാണ് എപ്സിലോൺ 0. D എന്നത് രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള സെപ്പറേഷൻ ആണ്. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഓൺ വിച്ച് കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഡിപ്പെൻഡ്സ്. നമ്മൾക്കറിയാം ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. എന്താണ്? C ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 A by D. ഇവിടെ എപ്സിലോൺ 0 എന്ന് പറയുന്നത് രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ ഫ്രീ സ്പേസ് ആണെന്ന് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ എയർ ആണെങ്കിൽ കൂടി ആ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റിയാണ് എപ്സിലോൺ 0. A എന്നത് പ്ലേറ്റുകളുടെ ഏരിയയാണ്.
അതേപോലെ D എന്നത് പ്ലേറ്റുകൾക്കിടയിലുള്ള സെപ്പറേഷൻ ആണ്. നമ്മൾക്കറിയാം ഈ ഇക്വേഷനിൽ നിന്ന് വ്യക്തമാണ് C is directly proportional to A. C is directly proportional to A and C is inversely proportional to D. അതായത് പ്ലേറ്റുകളുടെ ഏരിയക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് കപ്പാസിറ്റൻസ് ഓഫ് ദി പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അതേപോലെ പ്ലേറ്റുകൾക്കിടയിലുള്ള സെപ്പറേഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്ന് പറഞ്ഞാൽ രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള സെപ്പറേഷൻ കൂടുമ്പോൾ കപ്പാസിറ്റൻസ് കുറയും, രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള സെപ്പറേഷൻ കുറയുമ്പോൾ കപ്പാസിറ്റൻസ് കൂടും. അതേപോലെ പ്ലേറ്റുകളുടെ ഏരിയ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് കപ്പാസിറ്റൻസ് കൂട്ടാൻ പറ്റും. പ്ലേറ്റുകളുടെ ഏരിയ കുറയുമ്പോൾ കപ്പാസിറ്റൻസ് കുറയും. അപ്പൊ ഈ രണ്ട് ഫാക്ടേഴ്സിനെ ആര് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഏരിയയെയും അതേപോലെ പ്ലേറ്റുകൾക്കിടയിലുള്ള സെപ്പറേഷനെയും. ഓക്കെ, മൂന്നാമതൊരു ഫാക്ടറിനെ കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണത്? ഞാൻ പറഞ്ഞു ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള മീഡിയം അത് ഇപ്പോഴും ഫ്രീ സ്പേസ് ആണെന്ന് പറഞ്ഞു. ആ ഫ്രീ സ്പേസിന്റെ പെർമിറ്റിവിറ്റിയാണ് ε0. ഇനി നമ്മൾ ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ പുതിയൊരു മീഡിയത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ ഫ്രീ സ്പേസിന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ എയറിന്റെ സ്ഥാനത്ത് നമ്മൾ പുതിയൊരു മീഡിയത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ടു ദ കപ്പാസിറ്റൻസ് ഓഫ് ദിസ് കപ്പാസിറ്റർ? ഈ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന് എന്ത് സംഭവിക്കും? നമ്മൾ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മീഡിയത്തിന് ഡൈ ഇലക്ട്രിക് മീഡിയം എന്നാണ് പറയുന്നത്. നമ്മൾ കപ്പാസിറ്ററിന്റെ രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മീഡിയത്തിന് പറയുന്ന പേര് ഡൈ ഇലക്ട്രിക് മീഡിയം എന്നാണ് പറയുന്നത്. ഡൈ ഇലക്ട്രിക് മീഡിയം, ഡൈ ഇലക്ട്രിക്സ് എന്ന് പറയും. ഈ ഡൈ ഇലക്ട്രിക്സിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഡൈ ഇലക്ട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലേറ്റേഴ്സ് ആണ്. ഗ്ലാസ്, മൈക്ക, പ്ലാസ്റ്റിക്സ് പോലെയുള്ള ഇൻസുലേറ്റേഴ്സ് ആണ് എന്ത്? ഡൈ ഇലക്ട്രിക്സ്. ഈ ഡൈ ഇലക്ട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലേറ്റേഴ്സ് ആണെന്ന് ഞാൻ പറഞ്ഞു. അത് കൂടാതെ ഇൻസുലേറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ മീഡിയത്തിലൂടെ എന്ത് ഫ്ലോ ഉണ്ടാവില്ല? ചാർജ് ഫ്ലോ ഉണ്ടാവില്ല. പക്ഷെ ഈ മീഡിയം എന്ത് അലോ ചെയ്യും? ഇലക്ട്രിക് ഫീൽഡ് അലോ ചെയ്യും. ഇലക്ട്രിക് ഫീൽഡിന്റെ പാസേജ് അലോ ചെയ്യും, പക്ഷെ ചാർജ് ഫ്ലോ അലോ ചെയ്യില്ല. അങ്ങനെയുള്ള ഇൻസുലേറ്റേഴ്സിനെയാണ് എന്ത് പറയുന്നത്? ഡൈ ഇലക്ട്രിക്സ് എന്ന് പറയുന്നത്. ഡൈ ഇലക്ട്രിക്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു ഡൈ ഇലക്ട്രിക് മീഡിയം ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതേണ്ടി വരും? സി, പുതിയ കപ്പാസിറ്റൻസ് ആയതുകൊണ്ട് സി പ്രൈം എന്ന് കൊടുക്കാം. സി പ്രൈം ഈസ് ഈക്വൽ ടു എപ്സിലോൺ എ ബൈ ഡി എന്ന് എഴുതേണ്ടി വരും. എന്താണ് എപ്സിലോൺ? എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. എന്താണ് എപ്സിലോൺ? പെർമിറ്റിവിറ്റി ഓഫ് ദിസ് മീഡിയം. പെർമിറ്റിവിറ്റി നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ആദ്യം തന്നെ പഠിച്ചതാണ്, കൂളംസ് ലോ പറയുന്ന സമയത്ത്. അപ്പം ഫ്രീ സ്പേസിന്റെ പെർമിറ്റിവിറ്റിയാണ് എപ്സിലോൺ 0. ഡൈഇലക്ട്രിക് മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി ഞാൻ എന്തായിട്ട് എടുക്കുന്നു? എപ്സിലോൺ എന്ന് എടുക്കുന്നു. ഓക്കെ, നമുക്കറിയാം there is a term relative permittivity of a medium epsilon r is equal to epsilon by epsilon 0. ഇതും നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. or we can write epsilon is equal to what? epsilon 0 into epsilon r എന്ന് എഴുതും. ഓക്കെ, എന്താണ് epsilon r? ഈ മീഡിയത്തിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സി പ്രൈം ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? സി പ്രൈം ഈസ് ഈക്വൽ ടു എപ്സിലോണിന്റെ സ്ഥാനത്ത് എന്ത് എഴുതാം? എപ്സിലോൺ 0 എപ്സിലോൺ r ഇൻറ്റു എ ബൈ ഡി. ഓർ സി പ്രൈം ഈസ് ഈക്വൽ ടു എപ്സിലോൺ r ഇൻറ്റു എപ്സിലോൺ 0 എ ഡിവൈഡഡ് ബൈ ഡി. എപ്സിലോൺ 0 ഇൻറ്റു എ ബൈ ഡി എന്താണ്? എപ്സിലോൺ 0 ഇൻറ്റു എ ബൈ ഡി സി ആണ്, കപ്പാസിറ്റൻസ് ആണ്. എപ്പോഴുള്ള കപ്പാസിറ്റൻസ്? പ്ലേറ്റുകൾക്കിടയിലുള്ള മീഡിയം ഫ്രീ സ്പേസ് ആയ സമയത്ത് ഉണ്ടായിരുന്ന കപ്പാസിറ്റൻസ് ആണ്. Therefore, this can be written as C prime is equal to epsilon r into C. C prime is equal to epsilon r into C. അതായത് പ്ലേറ്റുകൾക്കിടയിലുള്ള മീഡിയം ഫ്രീ സ്പേസ് ആയ സമയത്ത് കപ്പാസിറ്റൻസ് C is equal to epsilon 0 a by d എന്നായിരുന്നു. പ്ലേറ്റുകൾക്കിടയിൽ ഒരു ഡൈഇലക്ട്രിക് മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ കപ്പാസിറ്റൻസിന് എന്ത് സംഭവിച്ചു? പുതിയ കപ്പാസിറ്റൻസ് സി പ്രൈം ഈസ് ഈക്വൽ ടു എപ്സിലോൺ ആർ ടൈംസ് സി എന്നായിട്ട് മാറി അല്ലേ? അതായത് നമ്മുടെ കപ്പാസിറ്ററിന്റെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്തു. എത്ര ടൈംസ് ഇൻക്രീസ് ചെയ്തു? എപ്സിലോൺ ആർ ടൈംസ് ഇൻക്രീസ് ചെയ്തു. ദ ടേം എപ്സിലോൺ ആർ നമുക്കറിയാം, അതിന് നമ്മൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം എന്നാണ് പറയുന്നത്.
അതിന് പറയുന്ന പുതിയൊരു പേരാണ് എന്ത്? ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ്. ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് കൂടി നമ്മൾ പറയും. നമ്മൾ സാധാരണ രീതിയിൽ ആ ഒരു ടേമാണ് യൂസ് ചെയ്യുന്നത്, ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഡിപ്പെൻഡ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? എയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ. പിന്നെ പ്ലേറ്റുകൾക്കിടയിലുള്ള സെപ്പറേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡി. പിന്നെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? പ്ലേറ്റുകൾക്കിടയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പ്ലേറ്റുകൾക്കിടയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പ്ലേറ്റുകൾക്കിടയിൽ ഫ്രീ സ്പേസ് ആണെങ്കിൽ കപ്പാസിറ്റൻസ് സി ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 എ ബൈ ഡി എന്നാണ്. പ്ലേറ്റുകൾക്കിടയിൽ നമ്മളൊരു പുതിയ ഒരു മീഡിയത്തെ, ഒരു ഡൈലക്ട്രിക് മീഡിയത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിന്റെ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ ആർ ആണെങ്കിൽ കപ്പാസിറ്റൻസിന് എന്ത് സംഭവിക്കും? കപ്പാസിറ്റൻസ് ഇൻക്രീസസ്. കപ്പാസിറ്റൻസ് ഇൻക്രീസസ് ബൈ എപ്സിലോൺ ആർ ടൈംസ്. കപ്പാസിറ്റൻസ് എപ്സിലോൺ ആർ ടൈംസ് ഇൻക്രീസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്കിടയിലുള്ള മീഡിയം ഫ്രീ സ്പേസ് ആണ്. ഓക്കെ, ആ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് സി ഈസ് ഈക്വൽ ടു 6 ഫാരഡ് ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുക. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് സി ഈസ് ഈക്വൽ ടു 6 ഫാരഡ് ആണ്. പ്ലേറ്റുകൾക്കിടയിലുള്ള മീഡിയം എന്താണ്? പ്ലേറ്റുകൾക്കിടയിലുള്ള മീഡിയം ഫ്രീ സ്പേസ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഈ പ്ലേറ്റുകൾക്കിടയിൽ പുതിയൊരു ഡൈഇലക്ട്രിക് മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഡൈഇലക്ട്രിക് മീഡിയത്തിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്, അതിന്റെ വാല്യൂ എത്രയാണ്? ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് വാല്യൂ എപ്സിലോൺ ആർ ഈസ് ഈക്വൽ ടു 2 ആണെന്ന് നമ്മൾ കരുതുന്നത്. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് വാല്യൂ 2 ആണ്. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം, ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. ഒരു ഡൈഇലക്ട്രിക് മീഡിയത്തിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എപ്പോഴും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. നമ്മളിവിടെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് വാല്യൂ എപ്സിലോൺ ആർ ഈസ് ഈക്വൽ ടു എന്തെടുക്കുന്നു? 2 എന്നെടുക്കുന്നു. ഇനീഷ്യലി എത്രയായിരുന്നു കപ്പാസിറ്റൻസ്? ഫ്രീ സ്പേസ് ആയ സമയത്ത് 6 ഫാരഡ് ആയിരുന്നു. പുതിയൊരു മീഡിയം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ മീഡിയത്തിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് വാല്യൂ 2 ആണെങ്കിൽ എന്താണ് പുതിയ കപ്പാസിറ്റൻസ് ഉണ്ടാവുക? കപ്പാസിറ്റൻസ് വിൽ ബി സി പ്രൈം ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? എപ്സിലോൺ ആർ ടൈംസ് സി, അതായത് 2 into 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ഫാരഡ്. അതായത് കപ്പാസിറ്റൻസ് എന്ത് ചെയ്തു? ഡബിൾ ചെയ്തു. കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യപ്പെട്ടു. എന്തുകൊണ്ടാണ് കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്തത്? നമ്മൾ പ്ലേറ്റുകൾക്കിടയിൽ പുതിയൊരു ഡൈഇലക്ട്രിക് മീഡിയത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തതുകൊണ്ട്. അപ്പോൾ വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഡിപ്പെൻഡ്സ്? ഏരിയ ഓഫ് ദി പ്ലേറ്റ്, separation between the plates and the medium between the plates. രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള മീഡിയത്തെ കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് പബ്ലിക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് derive the equation for capacitance of a parallel plate capacitor and what are the factors on which capacitance depends. Okay, thank you.